ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ MP-യാണ്. അദ്ദേഹം MP സ്ഥാനം രാജിവെച്ച് BJP-യിലേക്ക് പോകും എന്ന് ഒരു ശ്രുതി ഉണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ അത് നിഷേധിച്ചു, ഞാൻ BJP-യിലേക്ക് ഇല്ല എന്ന്. എന്നാൽ കേന്ദ്ര സർക്കാരിന് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ട് വളരെ ശക്തമായി അദ്ദേഹം രംഗത്തുണ്ട്. എന്താണ് കോൺഗ്രസിന് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. എന്താണ് ശശി തരൂർ കൃത്യമായിട്ടും ലക്ഷ്യമിടുന്നത്? പണ്ട് ലിറിൽ സോപ്പിനൊന്നും അതിന് പരസ്യം ഉണ്ടായി, ലൈംലൈറ്റ് എന്താ പറഞ്ഞ കുട്ടിക്കാലത്ത് കേട്ടാണ്. അത് തന്നെയാണ് ലൈംലൈറ്റ്. മൂപ്പരയിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഇഷ്ടംപോലെ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ലൈംലൈറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അത് ഇടയ്ക്ക് മങ്ങുമ്പോണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആയി എന്നൊരു ഫീല് വരും. അതാണ് മൂപ്പരെപ്പോലുള്ള ആളുകൾ പൊതുവെ ലൈഫിൽ ഓരോ ഘട്ടവും 20 വർഷം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം അവരിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഈ രീതിയിൽ കോൺഗ്രസിനെ പരാജയമൊന്നും മൂപ്പർ പ്രതീക്ഷിച്ചതല്ല. സ്വാഭാവികമായിട്ടും തിരിച്ചടിയൊക്കെ ഉണ്ടാവും, എങ്കിലും മോഡി ഇതുപോലെ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയല്ലേ BJP തിരിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രമോദ് മഹാജനൊക്കെ ആയിരിക്കും നല്ലത്, മോഡി പ്രധാനമന്ത്രിയാവുന്ന ആരും പ്രതീക്ഷിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചു. ആ കാലഘട്ടത്തിലേക്ക് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. 2014 പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം 2014 ഇലക്ഷന് മുമ്പ് തന്നെ 2014 19 ഒക്കെ മോദി തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് എന്നെ പോലെയുള്ള ചിലർക്കൊക്കെ അറിയാമായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആളുകളായതുകൊണ്ട്. പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് BJP-ൻ്റെ ഉള്ളിൽ പോലും എന്നുവെച്ചാൽ ഭയങ്കര ഇദ്ദേഹം പറ്റുമോ, ഇദ്ദേഹം വരുമോ. പ്രമോദ് മഹാജൻ മരിക്കുന്നവരെ പ്രമോദ് മഹാജൻ, സുഷമ സ്വരാജ് എന്നൊക്കെ ലിബറൽ ഫേസ് ഡൽഹിയിൽ നിന്ന് ഞാൻ കേട്ടത്. വളരെ ഇവരുമായിട്ട് RSS ഒക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന മീഡിയ പേഴ്സൻ്റെ ആയിട്ട്. ഞാനിപ്പോൾ ഡൽഹി ഉണ്ട് 2006-2008 കാലഘട്ടത്തിൽ. മാത്രമല്ല വാജ്പേയിയുടെ ഭരണം നഷ്ടപ്പെടാൻ ഒരു കാരണം ഇപ്പം ഗുജറാത്ത് കലാപമെന്ന് വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്താണല്ലോ ഈ പറയുന്ന നമ്മുടെ ശശി തരൂർ പൊളിറ്റിക്സിലേക്ക് വരികയും ചെയ്തു. അപ്പം അന്ന് മോഡി ഇതുപോലെ വരുമെന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അല്ലെ BJP ഈ രീതിയിൽ ഒരു വലിയ തൂത്തുവാരൽ ഇന്ത്യയിൽ നടത്തുമെന്ന് കരുതിയില്ല. കാരണം ഇന്ത്യയിൽ ഇനി അങ്ങോട്ട്, നിങ്ങൾ പത്രക്കാർ തന്നെ, ഇന്ത്യയിൽ ഇനി അങ്ങോട്ട് ഒറ്റക്കക്ഷി ഭരണമില്ല, കൂട്ടുകക്ഷി ഭരണം മാത്രം. അങ്ങനെ വളരെ ശക്തമായ വാദം ഒരു കാലത്ത് ഉണ്ടായിരുന്നു. കൂട്ടുകക്ഷി ഭരണത്തിന് മാത്രമേ അതിനവർ കാണിച്ചു തന്നാൽ യു പിയും ബീഹാറിലും കൂട്ടുകക്ഷി ഭരണം പോസിബിൾ ആയിട്ടുള്ളൂ, അങ്ങനെ നടക്കുള്ളൂ എന്നുള്ളൊക്കെ എഴുതി. അപ്പോൾ ഈ രീതിയിലൊരു ഷിഫ്റ്റ് അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങനെ ഒരു ഷിഫ്റ്റ് വരും എന്നുള്ള കാര്യം. കാരണം ഇമ്പോസിബിൾ എന്ന് തോന്നിച്ചൊരു ഘട്ടത്തിലാണ് ഈ തിരിച്ചുപോക്കുണ്ടായത് ഏകകക്ഷി ഭരണത്തിലേക്ക്. അതിൽ മോഡി എമേർജ് ചെയ്ത് വരികയും ചെയ്തു. മോഡി ഒരു പ്രധാനമന്ത്രി സ്ഥാനം ആ സാധ്യത ഉണ്ട് എനിക്ക് തോന്നി തുടങ്ങിയത് 12-13 എനിക്ക് തോന്നി തുടങ്ങിയത്. ആ സമയത്ത് തന്നെയാണ് ഏതാണ്ട് ശേഖർ ഗുപ്തനെയൊക്കെ പോലുള്ള ലിബറൽ ജേർണലിസ്റ്റും അവരും ആ സമയത്താണ് പറഞ്ഞു തുടങ്ങിയത്. ആ സമയത്ത് അംബാനിയൊക്കെ ആയിട്ട് ബന്ധശക്തി സദ്ഭാവന എന്ന പരിപാടി നടത്തിയിരുന്നല്ലോ, അതോട് കൂടിയിട്ടാണ്. അപ്പം അതോടുകൂടി അദ്ദേഹത്തെ മുമ്പുള്ള സംസാര ടോണുകളൊക്കെ മാറുന്നുണ്ട്. മാത്രമല്ല ഈ ചെറുക്കനുണ്ടല്ലോ, എന്താ ഇന്ത്യ ടുഡേ TV ഒരു പയ്യനുണ്ട്. ആ പയ്യനെ അന്ന് ആങ്കറിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവന് പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന എനിക്ക് വന്നിട്ട് ഒന്ന് വന്ന് രണ്ടാമത്തെ വരുമ്പോൾ മോഡി ആസ് എ പ്രൈം മിനിസ്റ്റർ, അത് ആങ്കറിങ് ചെയ്യുന്ന ഇവിടെ കേരളത്തിലേക്ക് ഇടയ്ക്ക് വരാണ്ട് എന്തൊരു വാല എൻ്റെ പേര്, എനിക്കതിൽ രാഹുൽ എന്തൊരു വന്നിട്ടുള്ളൂ. പയ്യൻ തന്നെ ഏതാണ്ട് സഞ്ജയ് ഗാന്ധിയുടെ ലുക്കുള്ള രാഹുൽ ഈശ്വറിൻ്റെ മുടി അവൻ തന്നെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ ശശി തരൂർ ഈ രീതിയിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് അടുത്തൊന്നും തിരിച്ചു വരുമെന്ന് ഒരു ലക്ഷണം കാണുന്നില്ല. അപ്പോൾ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടായിരുന്നത് ഈ ഇലക്ഷൻ, അതിൻ്റെ മുമ്പത്തെ ഇലക്ഷന് കുറച്ചുകൂടി അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാ മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയൊക്കെ ഫലം വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ, പക്ഷെ അത് അവർക്ക് തെറ്റിപ്പോയി അവിടെ. അപ്പം അതായത് അവരുടെ പ്രതീക്ഷ ഈ കഴിഞ്ഞ തവണ വരുമെന്ന് ആരും പ്രതീക്ഷയല്ല. പക്ഷെ എന്നിട്ടും കിട്ടിയ ബോണസാണ്, 100 സീറ്റിനടുത്ത് കിട്ടിയ ബോണസ്, 99 സീറ്റ് കിട്ടിയത് ബോണസാണ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്ലാൻ ഇവിടെ തെറ്റിയത്, ഡീറെയിൽ ചെയ്യപ്പെട്ടു ഈ പ്ലാനെ. ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഷൂസിൽ നമ്മൾ കാല് വെച്ചിരുന്ന് ചിന്തിച്ചാൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും വിദേശകാര്യ മന്ത്രി, അത് കഴിഞ്ഞ് കോൺഗ്രസ് കൊള്ളാവുന്ന ആളുകളെ പിടിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കുമല്ലോ. നെഹ്റു കുടുംബത്തിന് ചിലപ്പോൾ പലപ്പോഴും ഭരണം നേരിട്ട് നടത്തേക്കാണ്ട് പിന്നിൽ നിന്ന് നടത്തുന്നതാണ് സുഖം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും രാഷ്ട്രീയ അധികാര പ്രധാനമന്ത്രി സ്ഥാനമൊക്കെ ആഗ്രഹിക്കുന്നത് ഈ മരുവൻ മാത്രമേ ഉള്ളൂ. അത് മറ്റവനില്ലേ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വാദ്ര. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ഒരു അധികാരത്തെ നേരിട്ട് കൈയാളുന്ന വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ അതിന് മുമ്പേ അത് പറ്റുമായിരുന്നു. അതിന് പിന്നിന്ന് വഴി നല്ല സുഖം. പണക്കാട് കുടുംബത്തിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും. അത് പിന്നിന്ന് വഴി എന്ത് സുഖമുള്ള പരിപാടി അത് RSSനോട് ചോദിച്ചത് ഓരോ ഒന്നും പിന്നിന്ന് വഴി നല്ല സുഖമുള്ള പരിപാടി. അപ്പോൾ
അങ്ങനെ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു പ്രധാനമന്ത്രി ആയേക്കാം. അങ്ങനെ അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. അമേരിക്ക അങ്ങനെ പൂർണ്ണമായിട്ടും സപ്പോർട്ടുണ്ട്. UN-ലേക്ക് മത്സരിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്തില്ല. എങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് അവർ സപ്പോർട്ട് ചെയ്യും. കാരണം അമേരിക്കയിൽ ഉണ്ടായിരുന്നതാണല്ലോ, ഡീപ് സ്റ്റേറ്റും ഒക്കെ ആയിട്ട് അമേരിക്കൻ കൾച്ചർ പേറുന്ന ഒരാളാണ്. സംസാരത്തിലൊക്കെ ഇങ്ങനെ ആ സംഭവമുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അത് തെറ്റി. അപ്പോൾ പിന്നെ എന്താണ് അടുത്ത വഴി? പല സമയം ഇദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന് നമ്മൾ കേട്ടിരുന്നു. ആ സമയത്ത് എന്തൊക്കെ ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹം വിവാദങ്ങളല്ല, ഞാൻ വിവാദം എല്ലാ സമയത്ത് ഡൽഹി സർക്കിളിൽ നിന്നാണ് കേട്ടത്. ഇന്ന BJP നേതാവുമായി ചർച്ച ചെയ്തു, ഇന്ന ഡിമാൻഡ് മുന്നോട്ട് വെച്ചു എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. ഞാൻ പിന്നെ അത് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറയാത്തത്. കേട്ടിരുന്നു. അത് വിവാദങ്ങളുള്ള സമയത്ത് സമാധാന കാലഘട്ടത്തില്ല കേട്ടിരുന്നു. അപ്പം അങ്ങനെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഞാൻ ശശി തരൂർ എന്നുള്ളൊരു ഈഗോ കൊണ്ട് അത് നടന്നില്ല. പിന്നെ അമിത്ഷാൻ്റെ ഒക്കെ സ്വഭാവം അറിയാലോ, പരിധി കൂടുതൽ അവർക്ക് എന്തോന്ന് ശശി തരൂർ എന്തോന്ന് ബാനിക്കുമോ എന്ന് പറഞ്ഞ ആളുകളാണ്. അങ്ങനെ നടന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പുതിയ സാഹചര്യം വന്ന സമയത്ത്, മാത്രമല്ല മൂപ്പര് കോൺഗ്രസിന് പ്രസിഡന്റ് ആകാനൊക്കെ ആഗ്രഹിച്ചു. മൂപ്പര് ഈ അടുത്തെന്ന് വെച്ചാൽ മൂപ്പരൊരു കേരളത്തിലുള്ള ഇമേജും മെട്രോ ലിറ്റ്യൻസ് ഡൽഹി എന്ന് RSS BJP കളിയാക്കി പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഉള്ളൊരു ഇമേജ് എല്ലാം കൂടി വെച്ചുകൊണ്ട് ഇപ്പം മൂപ്പർക്കൊരു കോൺഗ്രസിന് പ്രസിഡന്റ് ആവും. പ്രസിഡന്റ് ഗ്രാമ പോസ്റ്റല്ലേ. പിന്നെ മൂപ്പരിപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് ഇന്റർനാഷണലി ഭയങ്കരമായിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയും. അതൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ഇപ്പം വേണുഗോപാൽ ആയാലും അങ്ങനെ ആകാത്ത ലക്ഷണമാണ്. ആ സമയത്ത് പിന്നെന്താണ്, ഇങ്ങനെയുള്ള ആളുകൾ നിരന്തരം മമ്മൂക്കനെ കൊണ്ട് പറയില്ലേ, മമ്മൂക്ക ഇങ്ങനെ നിരന്തരം മമ്മൂക്ക സിനിമയിലേക്കുന്നത് കൊണ്ടോ അമ്മൂക്ക ഓരോരോ ഭാഗത്തിലും എന്ത് ചെയ്യണമെന്ന് കൃത്യമായി റീഇൻവെൻറ്റ് ചെയ്യും. മോഹൻലാൽ ഇങ്ങനെ ലേസി ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ മൂപ്പെല്ലാം അങ്ങ് വന്നു ചേരുന്നതാണ്. മമ്മൂക്ക പ്ലാൻ ചെയ്യും നന്നായിട്ട്. നമുക്ക് അങ്ങനെയല്ലേ നിൽക്കുന്നത്. അതേപോലെ മമ്മൂക്കൊക്കെ ഇതുവരെ ഗതികേട് വന്നിട്ടില്ല. അതൊക്കെ മമ്മൂക്കയിൽ ഈ പറയുന്ന പോലെ കൃത്യസമയത്തുള്ള ആ രീതിയിൽ തന്നെ പോയിട്ടുള്ളത്. പക്ഷെ അതേപോലെ അല്ല ഇങ്ങനെയുടെ കാര്യം ഈ മൊത്തം ഒരു വെപ്പാണമായി. അപ്പം ഇനിയിപ്പം അവിടെ പോയിട്ട് അവിടെ ജയശങ്കർ, നിങ്ങൾക്ക് ഇവിടെ ലോകപൗരം എന്നൊക്കെ പറയാവുന്ന ആൾ ജയശങ്കറാണ്. ജയശങ്കറിൻ്റെ 4 ഏലത്ത് ഇയാളുടെ സ്കില്ലൊന്നും എത്തില്ല. അപ്പോൾ ജയശങ്കർ ഉള്ള സ്ഥലത്ത് ഇനിയിപ്പോൾ ജയശങ്കറിനെ മാറ്റുമോ? ഇല്ല. ജയശങ്കറിനെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. വളരെ മാന്യമായിട്ട് ജോലി ചെയ്യും. ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. സംഭവം പതുക്കെ ബിലാൽ പറയുന്ന പോലെ പതുക്കെ സംസാരിക്കുമെങ്കിലും പറഞ്ഞതാണ്. അടുത്ത വണ്ടിക്ക് മൂപ്പര് ദുബായിലേക്ക് പോയിട്ടുണ്ടാവും. അതാണ് മൂപ്പരുടെ പരിപാടി. അപ്പം പിന്നെ ഇങ്ങനെ നിൽക്കണ്ടേ ആ ഒരു ക്യാബിനറ്റ് പോസ്റ്റും കാര്യങ്ങളും. ആ സമയത്ത് ഒരു ലൈവ് സ്ട്രീമിംഗ് മാത്രമാണോ തരൂരിൻ്റെ ഉദ്ദേശം? പിന്നെ അതിൽ കൂടുതലൊന്നും നോക്കണം. ഇതിലേക്ക് പിന്നെ ഒരു മര്യാദ അങ്ങനെ കോൺഗ്രസ്. പക്ഷേ തരൂർ ഒരു വലിയ പദവി ലക്ഷ്യം വെക്കുന്നതായിട്ട് കരുതിയാൽ തെറ്റുണ്ടോ? ഒരു തവണ കൂടെ UN ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും ഉള്ളൊരു സ്വാധീനം ചെറുതല്ല. ഒന്നത്. 2, ഈ പാകിസ്ഥാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ട്രംപ് കുറച്ച് ഇന്ത്യയിൽ എന്താ പറയുക, ഒന്ന് അടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ട്രംപിനും അതൊന്ന് മെൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം മൂപ്പര് കാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ, അവർക്ക് സ്വീകാര്യനാണ്, നമുക്ക് സ്വീകാര്യനാണ്. അപ്പോൾ മോഡിക്ക് സന്തോഷമാവും. മൂപ്പരെ പ്രസംഗിച്ച് കഴിഞ്ഞു ആദ്യമായിട്ട് ഇന്ത്യക്കാരൻ UN-ൻ്റെ സംഭവം. ഇന്ത്യക്കാരനാകുന്നതിനേക്കാളും നല്ല വേഗപ്പെടുത്തലാണെന്നാണ് നമുക്ക് നല്ലത്. ഇന്ത്യക്കാരനാകുമ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി കാര്യമായിട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നരേന്ദ്രമോദി തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി സമയത്താണ് അദ്ദേഹം ഗുജറാത്തിന് വേണ്ടി അതായത് ചെയ്യാൻ പറ്റിയത്. പ്രധാനമന്ത്രി ആയിരിക്കും അദ്ദേഹം ഗുജറാത്തിന് വേണ്ടി കാര്യമായിട്ടും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത അടിയായി യോഗിയും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ആ പോസ്റ്റിൽ അവിടെ കൂടെ ചെയ്ത് അതൊക്കെ ഉണ്ട്. അത് മൂപ്പര് ആദ്യത്തെ പ്ലാനിലും ഉണ്ടായിരുന്നതാണ്, ഉണ്ടായിരിക്കുന്ന കാര്യം. അങ്ങനെ വിദേശകാര്യമന്ത്രിയാവുക. പിന്നെ ആ സമയം സാഹചര്യം മലയാളിക്കും അഭിമാനിക്കാം അല്ല അത് ശരി. അക്കാര്യത്തിൽ മാത്രമേ എനിക്കിതിൽ ആശ്വാസം. കാരണം ഞാൻ കമല ഹാരിസ് മത്സരിച്ചപ്പോൾ നിങ്ങളൊക്കെ ട്രംപ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ കമല ജയിക്കണമെന്ന് ആഗ്രഹിച്ചാണ്. ഇന്ത്യൻ വംശജ അല്ല ട്രംപ് വന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എനിക്കത്. കാരണം മറ്റേ അടിയും കിട്ടുമെന്നത്. അത് ഈ ഞാൻ നിങ്ങളെ അവസ്ഥ തന്നെ വന്നിട്ടുണ്ട്. ഔട്ട്സോഴ്സിങ്ങിൻ്റെ കാര്യത്തിലും താരിഫിൻ്റെ കാര്യത്തിലും അടി കിട്ടുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. അന്നല്ലാതെ നമ്മളെ കളിയാക്കിയായിരുന്നു. അപ്പം പക്ഷെ കമലയാകുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കമലേൻ്റെ ഉണ്ടാവും. കൂടെ ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട. സൂന അവിടെ ആയതുപോലെ ആയിപ്പോവും. എവിടെ ലണ്ടനിലായതുപോലെ. അത് തന്നെ. അപ്പോൾ അങ്ങനെ ആയിപ്പോവും. പക്ഷേ ഇന്ത്യക്കാരി അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് സന്തോഷമല്ലേ. അതാണ് അതിൻ്റെ അതുപോലെ എനിക്ക് പാകിസ്ഥാനികളോട് അസൂയൊന്നൊരു കാര്യമാണ്. ലണ്ടൻ മേയർ പാകിസ്ഥാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ലേ. അപ്പോൾ അതുപോലെ ഒരു മലയാളി അങ്ങനെ ഒരു വലിയ പദവിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മളെ പിള്ളേർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവും. അത് മാത്രമേ ഞാൻ അതിലെന്തും കാണുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.